ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ സ്വാദ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോർത്തേൺ സ്റ്റേറ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷുമാണ്, അതായത് ചാട്ട്. നമ്മുടെ സൗത്തിൽ മാത്രമേ ഇതില്ലാണ്ടുള്ളൂ. നോർത്തേൺ സ്റ്റേറ്റിൽ മീൻസ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും. അവിടെ നോർത്തേൺ സൈഡിലുള്ള എല്ലാ സ്റ്റേറ്റിലും കുറച്ച് വ്യത്യസ്തമായ ചാട്ടുകളാണ് ഓരോ സ്റ്റേറ്റിലും ഉണ്ടാവുക. അതേ ഇതുള്ളൂ, വ്യത്യാസമുള്ളൂ. ഭയങ്കര ഫേമസ് ആണ്. വൈകുന്നേര സമയം വെറുതെ ഷോപ്പിങ്ങിന് ഇറങ്ങിയാലും അല്ലെങ്കിൽ കറങ്ങാൻ നടന്നാലും എല്ലാവരും മടങ്ങി വരുന്ന സമയത്ത് ഒരു ചാട്ട് കഴിച്ചിട്ടേ വരുള്ളൂ. ഞാനുള്ള സ്ഥലത്ത് ജാർഖണ്ഡിൽ അവിടെ ഒരു ശങ്കർ ചാട്ടായിരുന്നു ഫേമസ്. ഞങ്ങൾ എപ്പോഴും അയാളെ ഓർക്കാറുണ്ട്. അയാൾ ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല. ഒരു തട്ടുകട മാതിരി ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇവർ ചാട്ട് ഉണ്ടാക്കുക. നമുക്ക് അവർ സപ്ലൈ ചെയ്യുന്നത് ഉപ്പില മാതിരിയുള്ള ഒരു ഇല കൊണ്ട് ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടാണ്. അതിൽ എല്ലാം നല്ല നല്ല ഓർമ്മകളാണ് ചാട്ടിനെ പറ്റി. ചാട്ട് ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ഞാൻ ഒരു ഡിഷാണ് ഇന്ന് കാണിക്കുന്നതെങ്കിലും ഒരു 3 ഡിഷ് നിങ്ങൾക്ക് ഇതിലെ കൂടെ പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ചാട്ടിന്. ചില സ്ഥലങ്ങളിൽ ചാട്ട് ദഹിവട ചാട്ടുണ്ടാവും, അതായത് ദഹിവട ഉണ്ടാക്കി ചാട്ടിൻ്റെ മുകളിൽ. ചിലതിൽ പാപ്പടി ചാട്ടുണ്ടാവും, ചിലതിൽ ചട്നി ചാട്ട്. ഞാൻ ചട്നി ചാട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 2 തരം ചട്നികളും നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ചാട്ടിന് ആവശ്യമായ സാധനങ്ങൾ, ഏറ്റവും ആദ്യം പ്രധാന സാധനം മെയിനായിട്ടുള്ള ഈ പട്ടാണി കടലയാണ്. ഈ മഞ്ഞ കടല തന്നെ ഉപയോഗിക്കണം. ഇതൊരു 6-7 മണിക്കൂർ പുതിർത്ത് വെച്ചതാണ്. ഇനി ഇതൊരു 4-5 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിക്കണം. അത് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് അങ്ങനെ മുറിക്കാതെ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, ഉപ്പ്, മഞ്ഞൾ ഇത് മാത്രം ഇട്ടിട്ടാണ് അത് വേവിക്കുക. അപ്പം അത് വെന്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്റ്റേജ് കഴിയും. ബാക്കിയുള്ള സ്റ്റേജ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ആദ്യം നമുക്കിത് വേവിക്കാം. കടലയിട്ടു, ഈ ഉരുളക്കിഴങ്ങ് അങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 5 വിസിലൊക്കെ ആയുമ്പോഴേക്കും ഉരുളക്കിഴങ്ങും വെന്തിരിക്കും. പിന്നെ ഉള്ളി, പച്ചമുളക് ഇത്രയിട്ട് ഉപ്പ് പൊടിയിട്ട്, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതും ചേർത്ത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, അതായത് നിങ്ങൾക്കൊക്കെ വെള്ളം ഒഴിച്ച് വെക്കുക. വെള്ളം ഒഴിച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇത് അധികം അടിഞ്ഞു പോകാൻ പാടില്ല. കൈ കൊണ്ട് കടല ഇങ്ങനെ അമർത്തുന്ന സമയത്ത് വെന്തെന്ന് മനസ്സിലാവുന്ന അത്ര പരുവം മാത്രം മതി. നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതൊന്ന് വേവിക്കാം. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 5 വിസിലെങ്കിലും വേണം. അത് വേവട്ടെ. ഈ ചാട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചട്നി ചാട്ടിൻ്റെ കൂടെയാണ്. അതായത് ചട്നി ചാട്ട് എന്ന് പറഞ്ഞാൽ 2 തരം ചട്നികൾ ഉണ്ടാവും. ഈ ചട്നി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ പാനിപൂരിക്കും ഇത് ഉപയോഗിക്കാം. ഇപ്പം പാനിപൂരിയുടെ പൂരി ബേക്കറികളിലെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പാക്കറ്റുകൾ കിട്ടുന്നത്. അപ്പോൾ ഈ ചട്നി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ചട്നി ഉപയോഗിച്ച് നിങ്ങൾക്ക് പാനിപൂരിയും കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ചട്നി കട്ടാമീട്ട, അതായത് പുളിപ്പും മധുരവും ഉള്ളൊരു ചട്നിയാണ് ആദ്യത്തത്. ഇത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ പുളി പുതിർത്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് ശർക്കര, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഈ പുതിർത്ത് വെച്ച ഈ പുളി കുറച്ച് എടുത്ത് അത് മുഴുവനായിട്ട് നന്നായിട്ട് കുരുവെല്ലാം കളഞ്ഞ് മിക്സിയിൽ അരച്ചെടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. പിന്നെ ശർക്കരയും ചേർത്ത് ഇതെല്ലാം ചേർത്താലാണ് അത് റെഡിയാവുക. വേറൊരു ചട്നി മല്ലിയില ചട്നിയാണ്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരക്കുകയാണ് വേണ്ടത്. എന്തെല്ലാം? മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, ഒരു 2 സ്പൂൺ തൈര്, ഉപ്പ്, ഇതെല്ലാം കൂടി അരക്കണം. അപ്പോൾ 2 തരം ചട്നിയാവും. പിന്നെ അതിന് ചാട്ടിന് വേണ്ട സാധനങ്ങൾ, ചാട്ടിനൊരു വറവിടും. ഇത് വെന്ത് കഴിഞ്ഞാൽ ചാട്ട് മസാല, ജീരക പൗഡർ വറുത്തതായിരിക്കണം. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതും കൂടി 3ഉം കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പൊടിയുമുണ്ട്. ഇത്രയുമാണ് സാധനങ്ങൾ വേണ്ടത്. ഇനി ഓരോന്നും അതിൻ്റെതായ ഇതിൽ പറഞ്ഞു തരാം. 5 വിസിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് എടുത്താൽ വേവുന്ന തരത്തിലുള്ള വേവായിരിക്കണം. അധികം അടിഞ്ഞു പോകാൻ പാടില്ല. ഈ ഉരുളക്കിഴങ്ങിനെ എടുത്ത് മാറ്റി വെക്കുക. കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വേണം. അതുകൊണ്ടാണ് ഇതിനെ മാറ്റിയത്. അത് കുറച്ചെടുത്ത് ഇതിൽ ചിരവിയാണ്. ചൂടുണ്ട്, ചൂട് ചതഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ പട്ടാണിക്കടല എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇത്രയും വേവാൻ പാടുള്ളൂ.
പിന്നെ ഉരുളക്കിഴങ്ങ് കുറച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഡെക്കറേഷന് വേണ്ടി. ബാക്കി ഇതിൽ ഉടച്ചു ചേർത്തു. ഇനി നമുക്ക് ഇതിനൊരു താളിക്കൽ നടത്തണം. അതിനായിട്ട് വേണ്ടത് ഒരു കടായി വെച്ച് ഏറ്റവും ആദ്യം എണ്ണ ചൂടാകുമ്പോൾ ഏറ്റവും ആദ്യം കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. കായം നമ്മുടെ ദഹനത്തിനെല്ലാം നല്ലതാണല്ലോ, അതുകൊണ്ട് ഇവരെ ഇതിലൊക്കെ കായപ്പൊടി ഉണ്ടാവും. കായപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടിയിട്ടുള്ള മസാലകൾ. പിന്നെ ഏറ്റവും പ്രധാനം വറുത്ത ജീരകപ്പൊടി. ജീരകം വറുത്തിട്ട് പൊടിച്ചാണ് ഇത്, എന്നാലേ അതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് വരുന്നു. ഈ മസാലയൊക്കെ നല്ല ആയതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ചാട്ടിൻ്റെ കടല ശരിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ചട്നിയാണ് റെഡിയാക്കേണ്ടത്. ചട്നി റെഡിയാക്കണം. ആ 2 ചട്നിയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ആദ്യത്തേത് കട്ടാമീട്ട, അതായത് പുളിച്ചട്നിയാണ് ആദ്യത്തേത്. അതിനു വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ചട്നി റെഡിയാക്കാം. ആദ്യത്തേത് കട്ടാമീട്ട, അതായത് പുളിയും മധുരവും ഉള്ളത്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു കുറച്ച് പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ടെന്ന്. ആ പൊതിർത്ത് വെച്ച് പുളി കുരുവെല്ലാം നീക്കി മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഇതിനി നന്നായി ഒന്ന് പതക്കണം. ഇത് പാനിൽ വെച്ച് തിളപ്പിക്കുക. ഇത് നന്നായി ഒന്ന് തിളക്കണം. നന്നായി തിളച്ചതിന് ശേഷം ഇതിൽ ശർക്കരയും ചേർക്കണം. ശർക്കര എന്നാലേ കട്ടാമീട്ട എന്നുള്ള പ്രയോഗം ശരിയാവുള്ളൂ. ശർക്കരയും ചേർത്ത് പിന്നെ മസാല 1-2 മസാലകളുണ്ട് ഇതിൽ ചേർക്കാൻ. അതും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടാമീട്ട ചട്നി റെഡിയാവും. ഒന്ന് പതച്ചാൽ മതി നന്നായിട്ട്. ആ പുളിയുടെ ഒരു പച്ച ചുവയെല്ലാം പോണ്ടേ. ഈ പതച്ച പുളിവെള്ളത്തിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. 1 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 50 ഗ്രാമിന് അടുത്ത് പുളി ഉണ്ടായിരുന്നു. ഇത് നന്നായി പതക്കട്ടെ, അതായത് ശർക്കരയെല്ലാം ഒന്ന് ഇതിൽ ലയിച്ചു ചേരണം. ഇത് നിങ്ങൾക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെക്കാം. ഞാൻ പറഞ്ഞില്ലേ, പാനിപൂരി ഇപ്പം പൂരിയായിട്ട് കിട്ടുന്നുണ്ട് ബേക്കറികളിലെല്ലാം. അത് വാങ്ങിച്ച് കുട്ടിയൊക്കെ ഇടക്കിടക്ക് അത് പൊട്ടിച്ച് അതിനുള്ളിലേക്ക് ഈ ചട്നി ഒഴിക്കുക. പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന മല്ലിയില ചട്നി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരിയായ പാനിപൂരി റെഡിയാവും. ഇതിന് ശർക്കര ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പതക്കുമ്പോഴേക്കും ശർക്കര അലിയും. ചെറുതായിട്ട് മുറിച്ചിട്ടല്ലേ. ഒരു 3-4 ശർക്കര ഞാൻ എടുത്തിട്ടുണ്ടാവും ഇതിന് വേണ്ടിയിട്ട്. ഇനി ഇതിൽ കുറച്ച് കായപ്പൊടി. നോർത്ത് ഈസ്റ്റിലെ കായം നന്നായിട്ട് ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നത് ദഹനത്തിനെല്ലാം വേണ്ടിയായിരിക്കും. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. നമ്മുടെ ചട്നി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചാട്ട് ഒരിക്കൽ കഴിച്ചാൽ എല്ലാവർക്കും പിന്നെയും കഴിക്കണം എന്ന് തോന്നും. അതാണ് ചാട്ടിൻ്റെ ഒരു ഗുണം. നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. പാനിപ്പൂരിക്കാകുമ്പോൾ ഈ വെള്ളം ശരിയാണ്. നമ്മുടെ ചാട്ടിനാകുമ്പോൾ കുറച്ചും കൂടി കുറുകണം. നമ്മുടെ കട്ടാമീട്ട ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. കട്ടാമീട്ട ചട്നി. ഇനി അടുത്തത് ഹര ചട്നി, അതായത് ധനിയാപ്പട്ട ചട്നി. അത് നമുക്ക് നോക്കാം അതെങ്ങനെയല്ല. ഒരു മിക്സിയുടെ ജാറിലേക്ക് ധനിയാപ്പത്ത, അതായത് മല്ലിയില,
മല്ലിയില, 2 പച്ചമുളക്, ഇഞ്ചി. ആ മല്ലിയില നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവിടെ വെച്ചത്. 2 പച്ചമുളക്, ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, 2 സ്പൂൺ തൈര്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചട്നിയും റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, 2 സ്പൂൺ തൈര്. പിന്നെ ഇത് നമ്മുടെ പുളിയും വെല്ലവും എല്ലാം കൂട്ടിയിട്ടുള്ള ഈ 2 ചട്നിയാണ് ശരിക്കും പാനിപ്പൂരിക്ക് ഉപയോഗിക്കുന്നത്. പൂരി വാങ്ങിച്ചു വെച്ചാൽ കുട്ടികൾക്ക് ഇടക്കിടക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഈ ഗുഗിണി എന്നാണ് ഇതിന് പറയുക. ഈ പട്ടാണി കടലയും കൂടി വേവിച്ചില്ലേ, ഓരോരുത്തർക്ക് കഴിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് അവിടുന്ന് പ്ലേറ്റിൽ തരും അവർ. കുറച്ച് അത് ഒഴിക്കുക. അതിന് ശേഷം ഈ ചട്നി, പുളിവെള്ളം, ഖട്ടാ മീഠ ചട്നി ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രീൻ ചട്നി ഒഴിക്കുക. പിന്നെ കുറച്ച് ചാട്ട് മസാല. ചാട്ട് മസാലയിൽ നമുക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഉള്ളി. ഈ നോർത്തേൺ സ്റ്റേറ്റിലെല്ലാം ഞാൻ പ്രത്യേകം കണ്ടത്, എന്ത് ഭക്ഷണത്തോടൊപ്പം പച്ച ഉള്ളി കഴിക്കും അവർ. അത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂണിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നമുക്ക് വീട്ടിൽ സോസ് ഉണ്ടെങ്കിൽ സോസും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഉള്ളിമുട്ട ഇതും കൂടി ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ചാട്ട് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അത്ര വലിയ വിഷമുള്ള കാര്യങ്ങളൊന്നല്ല ഇത്. അത് വെന്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പണി നമുക്ക് കഴിഞ്ഞില്ലേ. പിന്നെ ഈ ചട്നി വീട്ടിൽ ഉണ്ടാക്കി വെക്കാം നിങ്ങൾക്ക്. മല്ലിയില ചട്നി എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. മറ്റേ പുളി ചട്നി അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ബോട്ടിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് പാനിപ്പൂരി ഉണ്ടാക്കി കൊടുത്ത് ഇത് കൊണ്ട് കൊടുക്കാം. ഇത് ഏതായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണിത്. എനിക്കെല്ലാം നല്ല നല്ല ഓർമ്മകൾ തന്ന ചാട്ട് എന്ന് പറഞ്ഞ ഈ സുന്ദരമായ ഈ ഡിഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ബൈ.